കേരളത്തിലെ തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ, അരൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, കോട്ടയം ഭാഗങ്ങളിൽ വളരെ സജീവമായ ഒരു പരമ്പരാഗത തൊഴിലാണ് കക്ക ഇറച്ചി സംസ്കരണം. കായലിൽ നിന്ന് കക്ക വാരുന്നത് മുതൽ അത് വിപണിയിലെത്തുന്നതുവരെയുള്ള പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. കക്കവാരൽ, ഹാർവസ്റ്റിംഗ്. കായലിന്റെ അടിത്തട്ടിൽ നിന്നാണ് കക്ക ശേഖരിക്കുന്നത്. പുരുഷന്മാരും സ്ത്രീകളും ഇതിൽ ഏർപ്പെടാറുണ്ട്. വഞ്ചിയിൽ പോയി നീളമുള്ള കൈപ്പിടിയുള്ള വലകൾ, കൊല്ലി ഉപയോഗിച്ചോ നേരിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങാംകുഴിയിട്ടോ ആണ് കക്ക വാരുന്നത്. ശുദ്ധീകരണം. ശേഖരിച്ച കക്കകളിൽ ചെളിയും മണലും ധാരാളമുണ്ടാകും. കായൽ വെള്ളത്തിൽ തന്നെ വലിയ കുട്ടകളിലിട്ട് കക്ക നന്നായി കഴുകി വൃത്തിയാക്കുന്നു. പുഴുങ്ങൽ, ബോയിലിംഗ്. കക്കയുടെ പുറന്തോട്, ഷെൽ വേർപെടുത്താനാണ് പുഴുങ്ങുന്നത്. വലിയ ചെമ്പുകളിൽ വെള്ളമൊഴിച്ച് കക്ക പുഴുങ്ങുന്നു. ചൂടാകുമ്പോൾ കക്കയുടെ തോട് താനെ തുറന്നുവരും. ഇറച്ചി വേർപെടുത്തൽ, മീറ്റ് എക്സ്ട്രാക്ഷൻ. ഇതാണ് ഏറ്റവും കൂടുതൽ അധ്വാനമുള്ള ഘട്ടം. പുഴുങ്ങിയ കക്കകൾ വലിയ അരിപ്പകളിലോ മുറത്തിലോ ഇട്ട് കുലുക്കുമ്പോൾ ഇറച്ചി താഴെ വീഴുകയും തോട് മുകളിൽ തങ്ങുകയും ചെയ്യുന്നു. ബാക്കിയുള്ള ഇറച്ചി കൈകൊണ്ട് നേരിട്ട് വേർപെടുത്തിയെടുക്കും. കക്ക ഇറച്ചി കഴുകി വൃത്തിയാക്കൽ. വേർപെടുത്തിയെടുത്ത ഇറച്ചിയിൽ മണലോ തോടിന്റെ കഷ്ണങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കും. പലതവണ ശുദ്ധജലത്തിൽ കഴുകി ഇത് പൂർണ്ണമായും വൃത്തിയാക്കുന്നു. ഇതിനുശേഷമാണ് ഇത് വിപണനത്തിന് തയ്യാറാകുന്നത്. ഉപൽപ്പന്നങ്ങൾ, ബൈ പ്രൊഡക്ട്സ്. കക്ക ഇറച്ചി മാത്രമല്ല, ഇതിന്റെ പുറന്തോടും വലിയ സാമ്പത്തിക മൂല്യമുള്ളതാണ്. കക്കത്തോട്, സിമന്റ് നിർമ്മാണം, പെയിന്റ് വ്യവസായം, കോഴിത്തീറ്റ എന്നിവയ്ക്കായി കക്കത്തോട് ഉപയോഗിക്കുന്നു. ചുണ്ണാമ്പ്. കക്കത്തോട് ചൂളയിലിട്ട് വറുത്ത് ഗുണമേന്മയുള്ള ചുണ്ണാമ്പ് നിർമ്മിക്കുന്നു. കക്കയിറച്ചി കൊണ്ടുണ്ടാക്കുന്ന കക്കത്തോരൻ അല്ലെങ്കിൽ കക്ക ഫ്രൈ കേരളീയ ഭക്ഷണ രീതിയിലെ ഒരു പ്രധാന വിഭവമാണ്. ഇറച്ചി വേർപെടുത്തിയ ശേഷം ബാക്കി വരുന്ന കക്കത്തോടുകൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ആലപ്പുഴയിലെ കായലോരങ്ങളിൽ സാധാരണമായ കാഴ്ചയാണ്.